ഇറാന്റെ നിയർ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷം എന്ന് പറഞ്ഞാൽ അത് 1979 ആണ്. അതായത് 1979 മുന്നുള്ള ഇറാനും 79 ശേഷമുള്ള ഇറാനും. ശരിക്കും ഇങ്ങനെ രണ്ടായിട്ട് ഇറാന്റെ ചരിത്രം നിയർ ഹിസ്റ്ററി ചരിത്രം പരിശോധിച്ചാൽ അതിനെ തിരിക്കേണ്ടതായിട്ട് വരും. കാരണം 79 ഷായുടെ ഭരണകൂടം ഇറാനിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പറയുന്ന ഷായുടെ ഭരണകാലത്ത്, അതായത് അദ്ദേഹം 79 ഇറാനിൽ നിന്ന് പുറത്താകുന്നവരെ ശരിക്കും ഇറാനും ഇസ്രായേലും തമ്മിൽ വളരെ നല്ല ബന്ധമുള്ള ശരിക്കും സുഹൃത്ത് രാജ്യങ്ങളായിരുന്നു ഇവരുണ്ട്. ഇതിൽ ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം, ഇറാന്റെ ആ സമയത്തുണ്ടായിരുന്ന ന്യൂക്ലിയർ പ്രൊജക്ടിന് ഇസ്രായേൽ അതുവരെ സഹായം ചെയ്തിട്ടുണ്ട്. ഷായുടെ ഭരണം അവിടെ കണ്ടിന്യൂ ചെയ്യുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റിൽ 2 ന്യൂക്ലിയർ പവേഴ്സ് ആണ് ഇന്ന് ഉണ്ടാകേണ്ടിയിരുന്നത്. അതായത് ഒന്ന് ഇസ്രായേലും ഒന്ന് ഇറാനും ആയിരുന്ന ആ ന്യൂക്ലിയർ പവേഴ്സ് എന്ന് പറയുന്നത്. എന്നാലും പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് 79 ഷാ ഭരണകൂടം അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു, മുല്ല ഭരണകൂടം അവിടെ അധികാരം പിടിച്ചെടുത്തു. അത്രയും നാള് ഒരു പുരോഗമനപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു രാജ്യം പിന്നീട് എല്ലാം കൊണ്ടും പുറകോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ഷായുടെ ഭരണകൂടത്തിന് ശേഷം വന്ന മുല്ല ഭരണകൂടം ഇറാനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരിച്ച് നശിപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട്. അതായത് പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? പിന്നീട് നമ്മൾ കാണുന്നത് മിഡിൽ ഈസ്റ്റ് മുഴുവൻ പ്രോക്സികളെ വളർത്തുന്ന ഇറാനെയാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ അതിനുശേഷം ഞങ്ങൾ ഭരണം പിടിച്ചതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു സമാന്തര പട്ടാളം ഇറാനിൽ രൂപീകരിക്കപ്പെടുന്നത്. 1979 IRGC എന്ന് പറയുന്ന അവരുടെ ഈ മതപ്പട്ടാളം അല്ലെങ്കിൽ ഈ സമാന്തര പട്ടാളം രൂപീകരിക്കപ്പെട്ടത്. ഈ IRGC രൂപീകരിക്കപ്പെട്ട ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് 1980 ഹിസ്ബുള്ള എന്ന പേരിൽ പ്രോക്സി ഗ്രൂപ്പിന് ഇറാൻ ലെബനോന്റെ ഉള്ളിൽ ആ രാജ്യത്തിന്റെ ഉള്ളിൽ രൂപം കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഈ IRGC തന്നെയാണ് ഹിസ്ബുള്ള എന്ന് ശരിക്കും നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നിങ്ങൾ IRGCയുടെ ഘടന നോക്കിക്കോളൂ, അതേ സെയിം ഘടന തന്നെയാണ് ഹിസ്ബുള്ളക്കുള്ളത്. അതുപോലെ തന്നെ IRGC ഉപയോഗിക്കുന്ന അതേ മിസൈലുകൾ തന്നെയാണ് ഹിസ്ബുള്ള ഉപയോഗിക്കുന്നത്. IRGC ഉപയോഗിക്കുന്ന അതേ ഡ്രോണുകൾ തന്നെയാണ് ഹിസ്ബുള്ളയുടെ കൈവശമുള്ളത്. അതുപോലെ തന്നെ എന്താണ് ഹിസ്ബുള്ളക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്നത് IRGC ആണ്. 1980 മുതൽ നല്ല ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ലെബനന്റെ ഉള്ളിൽ ഹിസ്ബുള്ള ആരംഭിച്ചിരുന്നു. ഇറാൻ അവരുടെ ശത്രു രാജ്യമായി എന്ന് മനസ്സിലാക്കിയ നിമിഷം മുതൽ ഇസ്രായേലും വെറുതെ ഇരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കില്ല. അവരും തിരിച്ച് ഇറാനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 1982 മുതൽ ലെബനന്റെ തെക്ക് ഭാഗം ഇസ്രായേൽ കൈവശപ്പെടുത്തി വെച്ചു. കാരണം എന്താണ്? കാരണം ഈ സമയത്ത് തന്നെ ഇസ്രായേൽ ഡേഞ്ചർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ ആക്രമണം നോക്കിയാൽ ഏറ്റവും വലിയ ആദ്യത്തെ ഒരു ആക്രമണം നടത്തുന്ന 1983 അവരുടെ നാട്ടിൽ തന്നെ ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണമായിരുന്നു. ആ ഒരു ആക്രമണം ഹിസ്ബുള്ള 83 നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ US എംബസിക്ക് നേരെയാണ്. ഈ നടത്തിയ ആക്രമണത്തിൽ 63 മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഉണ്ടായ 63 മരണത്തിൽ 17 പേര് അമേരിക്കക്കാരായിരുന്നു. അതുപോലെ CIA ചില ഉദ്യോഗസ്ഥരും മരിച്ചു എന്ന് കരുതപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ നോക്കിയാൽ ലെബനീസ് സ്വദേശികളും അതുപോലെ തന്നെ ഇതൊരു എംബസിയാണല്ലോ, അപ്പൊ എംബസിയുടെ ഓഫീസിന് മുന്നിൽ വിസ കിട്ടാനായിട്ട് ക്യൂ നിന്ന സാധാരണക്കാരൊക്കെയാണ് അതിൽ മരിച്ചിട്ടുള്ളത്. ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ആരും ആദ്യം ഏറ്റെടുത്തില്ലെങ്കിലും പിന്നീട് ഹിസ്ബുള്ള മുന്നോട്ട് വന്ന് ഈ തീവ്രവാദാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടു. ഈ ആക്രമണം ശരിക്കും പറഞ്ഞാൽ ഹിസ്ബുള്ളകൾക്ക് കൂടുതൽ ധൈര്യം ഈ ലെബനന്റെ ഉള്ളിൽ പ്രവർത്തിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പ്രദേശത്ത് 1983 അവസാനത്തോടു കൂടി ശരിക്കും പറഞ്ഞ് ഇവര് പിന്നീട് അങ്ങനെ സജീവമാവാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1980 മുതൽ 2000 വരെ ലെബനന്റെ തെക്ക് ഭാഗങ്ങൾ ഇസ്രായേൽ കൈവശപ്പെടുത്തി വെച്ചുവെങ്കിലും ഏകദേശം 2000-ഓളം അടുപ്പിച്ച് ഇസ്രായേൽ അവിടെ പിന്മാറി കൊടുത്തു. പക്ഷേ ലെബനീസ് സർക്കാരിനോട് ഹിസ്ബുള്ളയുടെ മീതെ പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കണമെന്നുള്ള പറഞ്ഞിരുന്നു. അതുപോലെ ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് ഒരു വിധത്തിലുള്ള പ്രകോപനങ്ങളും ഇസ്രായേലിലേക്ക് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ ലിത്വാന നദിയുടെ പുറകിലേക്ക് ഹിസ്ബുള്ള മാറണം. ഇങ്ങനെയുള്ള കരാറുകൾ അനുസരിച്ച് അതിന്റെ വ്യവസ്ഥയിലാണ് ഇസ്രായേലി പ്രദേശങ്ങൾ തിരിച്ച് ലെബനന് വിട്ടുകൊടുക്കുന്നത്. പക്ഷേ എന്ന് സംഭവിക്കണ പോലെ തന്നെ ഹിസ്ബുള്ള അവരുടെ വാക്ക് തെറ്റിച്ചു. വീണ്ടും ആ പ്രദേശങ്ങളിലേക്ക് സജീവമായിട്ട് ഇസ്രായേലിനെതിരെ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് തുടങ്ങി. ഹിസ്ബുള്ള ഒരു ടെറർ ഓർഗനൈസേഷൻ ആണ്. അവര് വാക്ക് പാലിക്കില്ല എന്ന് ഇസ്രായേൽ എന്ത് ചെയ്തു? മുൻകൂട്ടി അറിയാമായിരുന്നു അവർക്ക്. അതുകൊണ്ട് അവർ ഈ ഭാഗത്ത് നിന്ന് പിന്മാറിയെങ്കിലും തെക്ക് ഭാഗത്ത് ലെബനനിലെ 2 നദികളുണ്ട്. ഒരു നദി എന്ന് പറയുന്നത് ലിത്വാന നദിയാണ്, രണ്ടാമത് അവാലി നദി എന്ന് പറയുന്ന നദിയുണ്ട്. ഈ 2 നദിയുടെ ഇടയിൽ ഒരു ബഫർ സോൺ ഉണ്ടാക്കിയിട്ടാണ് അവർ പിന്മാറിയത്. അതുപോലെ ഇറാന്റെ വലത് കൈയാണ് ഈ ഹിസ്ബുള്ള എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് അതുകൊണ്ട് നിർത്തുന്നില്ല. കാരണം നിങ്ങൾ നോക്കിക്കോളൂ, അവര് 2007 ഹമാസ് എന്ന സംഘടനയ്ക്ക് പാലസ്തീന്റെ ഉള്ളിൽ സപ്പോർട്ട് നല്ല രീതിയിൽ കൊടുത്തു തുടങ്ങിയാണ്. അതുകൊണ്ടും തീരുന്നില്ല. നിങ്ങൾ യമനിലേക്ക് നോക്കൂ, യമനിൽ ഹൂത്തികളുടെ ആക്രമണം ഇസ്രായേലിന് നേരെ വരുന്നു. ഈ ആക്രമണവും സ്പോൺസേഡ് എന്ന് പറയുന്നത് ഇറാനായിരുന്നു. ഈ ഹൂത്തികൾ എന്ന് പറയുന്ന ടീമുകൾ സൗദി അറേബ്യക്ക് വേണ്ടി നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭീകര സംഘടനയാണ്. അവരെ സപ്പോർട്ട് ചെയ്യലാണ് ഇറാന്റെ മെയിൻ പരിപാടി. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ശരിക്കും പറഞ്ഞാൽ അമേരിക്ക പോലെയോ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസ് പോലെയോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ദുബായ് പോലെയോ ഇതൊക്കെ നല്ല ഡെവലപ്മെന്റ് ആകേണ്ട ഒരു രാജ്യം അവരുടെ സമ്പത്ത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ ഭീകര പ്രവർത്തനത്തിനും മറ്റും ഉപയോഗിച്ച് സ്വയം നശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നെ പിക്ചറിൽ കാണുന്നത്.
നമ്മുടെ സംസ്ഥാനത്ത് മലയാള മാധ്യമങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും ഇറാന്റെ കാര്യം കുറച്ച് കഷ്ടത്തിലൂടെ തന്നെയാണ് പോകുന്നത്. അതിവിടെ പറയാതിരിക്കാൻ പറ്റൂല. കാരണം ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ലാത്ത ഒരു രാജ്യം ഇറാനിൽ നിന്ന് മാറി. ഇസ്രായേൽ അമേരിക്കയും കൂടെ ഇഷ്ടമുള്ള സമയത്ത് അവരുടെ ആകാശത്തിന്റെ ഉള്ളിലേക്ക് കയറുന്നു, ആക്രമിക്കുന്നു, തിരിച്ചു പോരുന്നു. ഇതാണ് ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആര്? ഇസ്രായേൽ അമേരിക്കയും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാൻ എന്താണ് തിരിച്ചു ചെയ്യാൻ കഴിയുന്നത്? ഇറാൻ ആകെ ചെയ്യാൻ കഴിയുന്നത് അവർക്ക് കുറെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളൊക്കെ ഉണ്ട്. അത് തിരിച്ചയക്കാൻ കഴിയുന്നു. അതിനപ്പുറം ഒരു ചുക്കും അവർക്ക് ചെയ്യാൻ കഴിയണില്ല, ചെയ്യാൻ കഴിയില്ല. അത്രമാത്രം അവർ തകർന്നു പോയിട്ടുണ്ട്. ഈ യുദ്ധം തുടങ്ങിയിട്ട് 32 ദിവസമായിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, ഈ 32 ദിവസം ഇറാന്റെ ഉള്ളിൽ ഇന്റർനെറ്റ് എന്ന് പറയുന്ന സാധനം ബ്ലാക്ക് ഔട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇറാന്റെ പല ഭാഗത്തു നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ മിസൈലുകൾ മിഡിൽ ഈസ്റ്റിലേക്ക് ഇസ്രായേലിലേക്കൊക്കെ അയക്കുന്നുണ്ടെങ്കിലും ആ മിസൈലുകളൊന്നും ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ആകാശത്ത് വെച്ച് തകർക്കപ്പെടുന്ന മിസൈലുകളുടെ ഡെബ്രി വീണിട്ട് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ മാത്രമാണ് ഇറാൻ ഇവിടെ സൃഷ്ടിക്കാൻ ഈ യുദ്ധത്തിൽ സാധിക്കുന്നത്. ഈ US പ്രസിഡന്റ് ട്രംപ് പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ യുദ്ധം 2-3 ആഴ്ച കൂടി എന്തായാലും നീണ്ടു നിൽക്കും. ഈ 2-3 ആഴ്ചക്കുള്ളിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം നെഗോസിയേഷൻ ടേബിളിലേക്ക് വരാൻ തയ്യാറായില്ലെങ്കിൽ അവരെ ശിലായുഗത്തിലേക്ക് പറഞ്ഞേക്കും എന്നാണ് US ഇപ്പൊ പറഞ്ഞേക്കണം. ഇപ്പൊ തന്നെ നോക്കിക്കോളൂ, യുദ്ധം കാരണം ഇറാൻ ഏകദേശം 100 മുതൽ 200 കൊല്ലം വരെ പുറകോട്ട് പോയിട്ടുണ്ട്. അമേരിക്ക അവരുടെ കാർഗിൽ ഐലൻഡ് കൂടി ആക്രമിച്ചാൽ അതോടുകൂടി തീരും ഇറാൻ എന്ന രാജ്യം. കാരണം എന്താണ്? ഇറാൻ ഭരിക്കുന്ന IRGC ആണെങ്കിലും അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 90% ഈ പറയുന്ന കാർഗിൽ ഐലൻഡിൽ നിന്നാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോ ഈ കാർഗിൽ ഐലൻഡ് അമേരിക്ക നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ ജീവനാടി തന്നെ സ്തംഭിച്ചു പോകുമെന്ന് പറയാം ഇവിടെ. കാരണം എത്ര വലിയ തീവ്രവാദികളാണെങ്കിലും അകത്തേക്കൊന്നും തിന്നാനില്ല എന്നുണ്ടെങ്കിൽ അതോടെ തീവ്രവാദമൊക്കെ. പക്ഷെ എന്താണ് അമേരിക്ക ഇവിടെ കാർഗിൽ ഐലൻഡ് ആക്രമിക്കാത്തത്? അമേരിക്ക ഇപ്പോഴും കാർഗിൽ ഐലൻഡ് ആക്രമിക്കാതെ അവിടെ ജീവിക്കുന്ന ഇറാനിൽ ജീവിക്കുന്ന പാവപ്പെട്ട കുറെ മനുഷ്യരെ ഓർത്തിട്ടാണ്. കാരണം ഇപ്പോൾ തന്നെ വലിയ കഷ്ടതയിലൂടെയാണ് അവിടുത്തെ ജനങ്ങൾ കടന്നു പോകുന്നത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള പവർ കട്ട് അവർ നേരിടുന്നുണ്ട്. കുടിവെള്ളത്തിന് നല്ല ബുദ്ധിമുട്ട് ഇറാനിൽ ഇപ്പൊ ഉണ്ട്. ഇനി ഇറാന്റെ ആകെ വരുമാനമായ കാർഗിൽ ഐലൻഡ് കൂടി US ആക്രമിച്ച് എന്ത് സംഭവിക്കും? പിന്നീട് ഒരിക്കലും അവർക്ക് തലപൊക്കാൻ കഴിയാതെ വണ്ണം ആയിത്തീരും ഇറാന്റെ അവസ്ഥ. ഉറപ്പാണ് കാര്യം. ഇനി നിങ്ങൾ നോക്കിക്കോളൂ, ഇതിന്റെ എല്ലാത്തിന്റെയും തുടക്കം ഇവിടെ നടന്നു. ഇതിന്റെ എല്ലാത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത് 2023 ഒക്ടോബറിൽ ഹമാസ് കയറി ഇസ്രായേലിനെ ആക്രമിച്ച ആ ഒരു പോയിന്റിൽ നിന്നാണ്. എന്നൊരു പക്ഷേ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെ കയറി അറ്റാക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ യുദ്ധം ഒരിക്കലും ഇപ്പോൾ ഒരുപക്ഷെ സംഭവിക്കില്ലായിരുന്നു. അതായത് ഈ യുദ്ധം സംഭവിക്കും, പക്ഷെ ഇത്ര പെട്ടെന്ന് ഒരുപക്ഷെ ഈ യുദ്ധം സംഭവിക്കാനുള്ള സാധ്യത ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. യുദ്ധം സംഭവിക്കും എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ഇറാൻ ഒരിക്കലും ഒരു ന്യൂക്ലിയർ പവർ ആകാനായിട്ട് ഇസ്രായേലും സമ്മതിക്കില്ല, അമേരിക്കയും സമ്മതിക്കില്ല. കാരണം ഇറാൻ ന്യൂക്ലിയർ പവർ ആയാലും ലോകത്തിന് നേരിടാൻ പോകുന്ന ഭവിഷ്യത്ത് അമേരിക്കയേക്കാൾ കൂടുതൽ ഇസ്രായേൽ നന്നായിട്ട് ഇപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ അത് മനസ്സിലാക്കിയ പോലെ ലോകം ഇതുവരെ ഇത്ര നാൾ മനസ്സിലാക്കിയിട്ടുണ്ടായില്ല. എന്നാൽ ഇന്ന് ലോകത്തിന് അത് വ്യക്തമാണ്. ഇതുവരെയും നിങ്ങൾ നോക്കിക്കോളൂ, ഇറാനെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിനുള്ളിലെ ഖത്തർ, കാരണം അവരെ പോലെ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യണ വേറൊരു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളില്ല. അവര് പോലും ഈ യുദ്ധത്തോട് കൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺ വന്നാൽ ഇറാൻ മാത്രം ഡേഞ്ചറസ് ആയിരുന്നേനെ എന്ന്. പലരും ഇറാനി ചെയ്യുന്ന യുദ്ധം അവർ ഇറാഖുമായി നടത്തിയ യുദ്ധത്തോടാണ് താരതമ്യം ചെയ്യുന്നത്. കാരണം ഇറാഖിനെതിരെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 8 കൊല്ലത്തോളം അവർ യുദ്ധം നടത്തിയിരുന്നു. പക്ഷേ അതുപോലെ ആയിരിക്കില്ല ഇറാൻ ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോയത്. കാരണം ഇപ്പുറത്തുള്ള അമേരിക്ക ഇസ്രായേലുമാണ്. ഇവിടെ അമേരിക്കനേക്കാളും ഡേഞ്ചറാണ് ഇസ്രായേലിന്റെ ആക്രമണം. കാരണം ഓരോ നിമിഷവും ഇറാന്റെ അതിർത്തിക്കുള്ളിൽ കയറിക്കൊണ്ട് ഇറാനെ ചവച്ചു തുപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഇറാൻ കുറെ മിസൈലുകൾ തിരിച്ചയക്കുന്നുണ്ടെങ്കിലും അതൊന്നും പ്രോപ്പർ കമാൻഡ് സെന്ററുകളിൽ നിന്ന് വരുന്ന മിസൈലുകൾ അല്ലാതെ നമ്മൾ മനസ്സിലാക്കണം. പ്രോപ്പർ കമാൻഡ് സെന്ററുകളിൽ നിന്ന് മിസൈൽ വന്നാൽ അത് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് ഇപ്പോൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തത്. നിങ്ങൾ UAE നോക്കിക്കോളൂ, അവര് പോലും ഇറാന്റെ ആക്രമണങ്ങളെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഇസ്രായേലിന് എന്തോരം നന്നായി പ്രതിരോധിക്കാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഈ പലരും അമേരിക്ക ഇറാൻ തകർത്തു എന്നൊക്കെ വീമ്പുകളൊക്കെ ഉണ്ട്. കൂടുതൽ ഈ വീമ്പിളക്കിക്കൊണ്ടിരിക്കുന്ന മലയാളം മാധ്യമങ്ങളാണ്. അതായത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ലോകത്താകമാനം 850 എയർ ബേസ് ഉണ്ട്, 35 ട്രില്യൺ GDP ഉണ്ട്, ടെക്നോളജി, IT, സൈനിക ശേഷി തുടങ്ങി ഒരു രാജ്യത്തിനും അടുത്തുപോലും എത്താൻ പറ്റാത്ത US തോറ്റ് പിന്മാറി എന്നൊക്കെ വീമ്പിളക്കിക്കൊണ്ടിരിക്കുന്ന ഈ മലയാളം മാധ്യമങ്ങളെ ശരിക്കും സ്തുതിക്കണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിവിലിയൻസ് കൊല്ലപ്പെടരുത് എന്നുള്ള ഒറ്റ ചിന്ത കൊണ്ടാണ് ഇറാൻ ഇപ്പോഴും അവരുടെ മറ്റേ മിസൈലുകൾ വിട്ട് കളിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു കാര്യം കൂടി പറയാം, ഈ യുദ്ധം തുടങ്ങിയതോടുകൂടി നോക്കിക്കോ, ഡോളർ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. രൂപ ഇപ്പൊ ഏകദേശം 100ലേക്ക് എത്താറായി. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും നാണ്യങ്ങൾ ഇപ്പൊ ഇടിഞ്ഞു പൂക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നോക്ക്, വെനസ്വേല ഡോളർ വന്നതോടുകൂടി 60% എണ്ണയും ഇപ്പൊ US-ന്റെ നിയന്ത്രണത്തിൽ ഡോളറിലാണ് വിൽപ്പന നടത്തുന്നത്. ഇങ്ങനെ കിട്ടുന്ന ഡോളറിന്റെ കമ്മീഷൻ മാത്രം മതി US-ന് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇറാൻ എന്താണ് ആകെയുള്ളത്? ഇറാന്റെ GDP ആകെ 436 ബില്യൺ US ഡോളറാണ്. അതായത് 436 രൂപയും 40 ലക്ഷം രൂപയും തമ്മിലുള്ള അന്തരമുണ്ട് ഇറാന്റെയും US-ന്റെയും എക്കണോമികൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ.
അതായത് യുദ്ധം ചെയ്യുന്നതോറും വളരുന്ന എക്കണോമിയാണ് ഇസ്രായേലിന്റെ എക്കണോമി, അമേരിക്കയുടെ എക്കണോമി എന്ന് പറയുന്നത്. ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിന്റെ മുഴുവൻ പ്രശ്നവും ഇസ്രായേലും അമേരിക്കയാണെന്ന് പറഞ്ഞ് കരഞ്ഞു മെഴുകിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ മുഴുവൻ പ്രശ്നത്തിന്റെ മൂല കാരണം 1979 ഇറാനിൽ വന്ന മുല്ല ഭരണകൂടമാണ്. അതിനു മുമ്പ് ഇറാൻ ഇസ്രായേലിനെ എതിർത്തിരുന്നില്ല. ഞാൻ എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് നാളെ കാണാം. അതുവരെയും സൈനിങ് ഓഫ്.